നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ അന്വേഷണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് എത്തുന്നു എന്ന സൂചന കഴിഞ്ഞ ദിവസം മുഴുവൻ പുറത്തുവരികയാണ്. ഇത്തരത്തിലുള്ള ആ ഒരു മൊഴി പുറത്തു വന്നതൊക്കെ ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ്. കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അണിയറയിൽ എന്നതടക്കമുള്ള വിവരങ്ങളും ഒരു വശത്ത് ശക്തമാവുകയാണ്. ഡൽഹിയിലെ ED അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊച്ചി ED ഓഫീസ് നൽകിയ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് സൂചനയുണ്ട് എന്ന വിവരങ്ങളടക്കം പുറത്തുവരുന്നു. നിർണായകമായ ഘട്ടത്തിലേക്ക് കേസ് നീങ്ങുകയാണ്. ആ മാസപ്പടി വാങ്ങിയവരുടെ ലിസ്റ്റിലെ PV പിണറായി വിജയനാണോ എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കവെയാണ് അന്വേഷണം അദ്ദേഹത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള മൊഴികൾ, റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. ഈ വിഷയത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തള. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ EDയുടെ അന്വേഷണം മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ സമൻസ് അയക്കാനുള്ള നീക്കങ്ങളൊക്കെ അണിയറയിൽ ശക്തമാകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കർത്തയുടെ മൊഴി എന്ന രീതിയിൽ പുറത്തു വന്ന വിവരങ്ങളും കൂട്ടി എന്താണ് ഇപ്പോൾ അങ്ങക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? അപ്പൊ ഒടുവിൽ നിവർത്തിയില്ലാതെ ശശിധരൻ കർത്ത നിലവിളിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞിരിക്കുക. പിടിച്ചു നിർത്താൻ വേണ്ടി പരമാവധി നോക്കി അദ്ദേഹം സുപ്രീം കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, വെപ്രാളം പിടിച്ചുകൊണ്ട് പോകുന്നു, ഈ കേസ് പരിഗണിക്കരുതെന്ന് പറഞ്ഞു. ഈ നെഞ്ചത്തടി മുഴുവനും പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങേരുടെ പേരെങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ തനിക്ക്, തൻ്റെ ഭാവിക്ക്, തൻ്റെ കുടുംബത്തിൽ ഇല്ലാത്ത കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി ആ മനുഷ്യനെ ബാധിച്ചിരുന്നു. സ്വാഭാവികം. കാരണം ആരാണ്? പിണറായി വിജയനാണ്. ഒന്നിനും മടിക്കാത്ത ആളാണ്. ഹിറ്റ്ലർ ആണ്. അപ്പോൾ സ്റ്റാലിനേക്കാളും കൂടിയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് തൻ്റെ പ്രതിയോഗിയായിട്ട് വരുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞാൽ അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ, ഡിലമ്മയിലായിരുന്നു അദ്ദേഹം. നമ്മൾ പറയുന്ന ഒരു catch-22 സിറ്റുവേഷൻ. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നുള്ള തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ. പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ശത്രുത, ഗജപക, ഇതൊക്കെ ഉണ്ടാവും. പറയാതിരുന്നാലോ താൻ കുഴപ്പത്തില്ല. ഇങ്ങനെ എന്തിന് ഇത്രയും കൊടുത്തു എന്നതിനുള്ള ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്തായാലും പ്രതിക്കൂട്ടിലാവും. ഇത് അദ്ദേഹത്തിനെ പേടിച്ചാണേ ഞാൻ കൊടുത്തതെന്ന് ഇപ്പോൾ അവസാനം സമ്മതിച്ചിരിക്കുക. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആയതുകൊണ്ടാണ് ഞാൻ വീണാ വിജയന് ഇത്രയും തുക പലതരത്തിൽ കൊടുത്തിരുന്നത്. അതുകൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ കമ്പനി കൂടാതെ വേറെ കമ്പനിയിലും വീണാ വിജയന് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ, അതെല്ലാം ഫ്രോഡ് രേഖകളായിരുന്നു എന്നതിൻ്റെ രേഖകൾ വിജയനിൽ നിന്ന് തന്നെ ED പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള തെളിവുകളും പിണറായി വിജയനെ കൊടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുക. വീണാ വിജയൻ കാണിച്ചത് മുഴുവൻ ഫ്രോഡാണെന്ന് തെളിഞ്ഞു. ആ ഫ്രോഡ് മുഴുവൻ കാണിക്കേണ്ടി വന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അധികാര സ്ഥാനത്ത് ഇരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാകാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യത്തിന് നഷ്ടം വരുത്തുന്ന തരത്തിൽ ഉള്ള ഇളവുകൾ ശശിധരൻ കർത്ത CMRLന്റെ മേധാവിക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് മാത്രമാണത്. ആ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇതിലെ പ്രധാന പ്രതിയായിട്ട് മാറും. ആ തരത്തിലൊരു പരിവർത്തനം ഉണ്ടാവും. അദ്ദേഹത്തിന് കേസിനെ നേരിടേണ്ടി വരും. അദ്ദേഹം പിടിച്ച് ജയിലിലിടുമോ എന്ന് അറിയില്ല. എന്തായാലും ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ വരാം. ഒരു മര്യാദയൊക്കെ കാണിക്കും. കാരണം ഇത്രയും സീനിയറായിട്ടുള്ള രാഷ്ട്രീയ നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിയമത്തിൽ പറയുന്നതിനപ്പുറമുള്ള ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുവരെ ചോദ്യം ചെയ്യാതെ. അങ്ങനെ നമ്മളെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന പോലെ പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം സീനിയറായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, ഇപ്പം തന്നെ പ്രതിപക്ഷ നേതാവാണ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത്തരം പരിഗണനകൾ ഇല്ലാതെ കണ്ട് കാര്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. രാഷ്ട്രീയത്തിന് അങ്ങനെ ചില പരിഗണനകളുണ്ട്. നമുക്കൊന്നും കിട്ടാത്ത ചില പരിഗണനകൾ കിട്ടും, സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പോൾ അതാണ് ഇതിനൊരു കാലതാമസം വരുന്നത്. ശശിധരൻ കർത്ത ഒടുവിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നിരിക്കുന്നു. അത്തരം ഒരു സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിൽ ED വിജയിച്ചിരിക്കുന്നു. അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിരിക്കുന്നു. ആ ഉത്തരം പറയാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു നിലയിലേക്ക്, അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് ED അദ്ദേഹത്തിനെ എത്തിച്ചു.
എങ്ങനെ? നമ്മൾ കണ്ടതുപോലെ തന്നെ വസ്തു, ഡിജിറ്റൽ തെളിവുകൾ, കൊടുത്ത പണത്തിന്റെ കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ കാര്യങ്ങൾ മുഴുവൻ വസ്തുതാപരമായിട്ട് തന്നെ പ്രൊഫഷണലായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇതെന്തിനു പോയി? അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളും അവിടെ ഹാജരാക്കിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന ഡിജിറ്റലായിട്ടുള്ള കമ്പനിക്കുള്ള സേവനങ്ങൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ എക്സാലോജിക് കമ്പനിയിൽ നിന്ന് CMRRന് കിട്ടിയിട്ടില്ല എന്നുള്ളതും വെളിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ശശിധരൻ കർത്തയോ അദ്ദേഹത്തിന്റെ മക്കളോ പറഞ്ഞതാവണമെന്നില്ല, പറഞ്ഞതല്ല എന്നും പറഞ്ഞുകൂടാ. മറിച്ച് ആ കമ്പനിയുടെ തന്നെ സാങ്കേതിക വിഭാഗത്തിൽ, IT വിഭാഗത്തിൽ ഒക്കെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും അവരുടെ ഡിജിറ്റലായിട്ടുണ്ടായിരുന്ന തെളിവുകളിൽ നിന്നും, അതായത് അവരുടെ ഡേറ്റ, സോഫ്റ്റ്വെയർ ഡേറ്റ, അതിൽ നിന്നും കളക്ട് ചെയ്ത എവിഡൻസ് ആണ്. അപ്പൊ ഇങ്ങോട്ടൊരു സഹായവും കിട്ടാതെ അങ്ങോട്ട് ഇത്രയും കൊടുത്തിരിക്കുന്നു. അതേ ടാക്സ് കൊടുക്കാതിരിക്കുന്നത് ടാക്സ് പിടിച്ച് വാങ്ങിച്ച് ഇൻകം ടാക്സും പോയിരിക്കും. ഇതാണിപ്പോ സംഭവം. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ഈ കമ്പനി എക്സാലോജിക് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള പണം എന്നുള്ളതാണ് തെളിവ്. എന്നാൽ അതിനെ നിങ്ങൾക്ക് ലഭിച്ച സേവനം എന്താണ്? അവിടെയാണ് ചോദ്യം. ആ സേവനം 0. കൊടുത്ത പണം എത്ര? 2.8 കോടി. പലതവണയായിട്ടും മാസപ്പടിയായിട്ടും ഒക്കെ കൊടുത്തിരിക്കുന്നു. അപ്പൊ അതിനെന്തെങ്കിലും ഒരു കാരണം വേണം. ആ കാരണം ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്, അല്ലാതെ വീണ വിജയന് വേണ്ടിയിട്ടല്ല. വീണ വിജയൻ ഇതിലെ ഒരു ബിനാമി മാത്രമായിട്ട് അപ്പോൾ മാറും. അപ്പൊ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി അദ്ദേഹം അധികാരം ദുരുപയോഗപ്പെടുത്തിയോ? ആ ചോദ്യമാണ് ഇനി നിലനിൽക്കുന്നത്. അതിന്റെ ഉത്തരം ഇതിലേക്ക് കാണും. പക്ഷെ അത് പിണറായി വിജയന്റെ അശ്വമുഖത്തു നിന്ന് തന്നെ അത് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ചോദ്യം ചെയ്യലാണ് നടത്തും. അതോടുകൂടി ആ ഗ്യാപ്പ് കിട്ടിയും. അപ്പൊ ഈ ഫ്രോഡിന്റെ, കോർപ്പറേറ്റ് ഫ്രോഡിന്റെ എല്ലാവിധമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോൾസമായിട്ടുള്ള എവിഡൻസ് ആയി കഴിഞ്ഞു. പിന്നെ കോടതിയാണ്. കോടതിയിൽ പോകുമ്പോൾ ശക്തമായ വാദങ്ങളും എതിർവാദങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മളിതൊക്കെ കാണുന്നുണ്ടെങ്കിലും അവിടെ ശക്തമായ വാദങ്ങളും പ്രതിവാദങ്ങളും വരുമ്പോൾ കേസ് ഏത് വഴിക്ക് പോകുന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതി അല്ലെങ്കിൽ അനിശ്ചിതമായ കാലത്തേക്ക് അവധി ചോദിച്ചുകൊണ്ട് പ്രതിഭാഗം വക്കീലിന്, അതായത് പിണറായി വിജയന്റെ വക്കീലിന് ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനും പറ്റും. കണ്ടില്ലേ അനന്തമായിട്ട് ലാവ്ലിൻ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നത് എത്രയോ തവണ കണ്ടു. റെക്കോർഡ് ഗിന്നസ് ബുക്കിലേക്ക് പോകുന്ന പോലെ പോകുന്നുണ്ട്. അങ്ങനെ പല കൊഴാമറികൾ ഇനിയും ഉണ്ടാവും. പക്ഷെ കള്ളൻ ആരെയാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. കള്ളത്തരം എന്താണെന്നുള്ളതും ഏകദേശം ഒരു ധാരണയും രൂപവും ഒക്കെ ഇതിലുള്ളൂ. ഇനി നിയമത്തിന്റെ സാങ്കേതികത, വക്കീലിന്റെ മിടുക്ക്, പിന്നെ എവിഡൻസിന്റെ ശക്തി, ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ആധാരമാക്കിയിരിക്കുന്നു ഈ കേസിന്റെ തീവ്രത എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ജനങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഇതിനെക്കുറിച്ച് ഇപ്പോൾ കിട്ടാൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ ED ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് സാമാന്യമായിട്ട് നമുക്ക് പറഞ്ഞ് നിർത്താം. ഇതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും CPMന്റെ ഇപ്പോഴുള്ള അതിന്റെ മാസ് ബേസും കൂടെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള, ഇവരിതാണോ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഈ ദൈവം എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇത് പര്യാപ്തമായിരിക്കുന്നു. അപ്പോൾ ഇവരെ നമ്മുടെ കോക്രോച്ച് പാർട്ടി നേടിയ വിജയം ഞങ്ങളുടെയും കൂടി വിജയമാണ്, ഞങ്ങളുടെ അഭിമാന നിമിഷമാണ്. കഴിഞ്ഞ ദിവസം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത് ഇപ്പോ ഏത് നിമിഷമാണ്? അപമാന നിമിഷമാണ്, അവമതിപ്പിന്റെ നിമിഷമാണ് എന്ന് വന്നിരിക്കുന്ന ഒരു ആന്റി ക്ലൈമാക്സ് കൂടിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു.